വീണ്ടും ഇതാക്കണ നേരം വെളുത്തുക്കണ് പതിവ് പോലെ തന്നെ നേരത്തെ കാലത്ത് നീച്ചിട്ട് എല്ലാ പണികളും ഇങ്ങോട്ട് ഒരുക്കിയിട്ടില്ല. ഇന്ന് മൂപ്പരാൾക്ക് ലീവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നടക്കാനും പോയിട്ടില്ല, മടിയായിപ്പോയി. അപ്പം നമുക്ക് തുടങ്ങിയാൽ ഇന്നത്തെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ കുറച്ച് തോനുണ്ടോ ചോദിച്ചാൽ കുറച്ച് തോനൊന്നുമില്ല, ചെറുതായിട്ട് ഇതാക്കണം കേട്ടോ. നമ്മൾ എടുത്ത ആ ഒരു മണിക്കൂറിൻ്റെ കണക്കൊന്നും വെച്ച് നോക്കിയാൽ ഇതൊന്നും ഒന്നുമല്ല. അപ്പം ഇന്നത്തെ പരിപാടി അറിയാണ് ഇതൊക്കെ തന്നെയാണ്. ഇന്നിപ്പം ചെറിയൊരു റെസിപ്പി കാണിച്ചു തരുന്നുണ്ട്, കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പൊതുവേ നമ്മളെ വീഡിയോ അങ്ങനെയൊക്കെ തന്നെയാണ്, ഈസി പീസി കാര്യങ്ങളും ചെറുമട്ടത്തിലുള്ള നാട്ടുമ്പുറത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മളെ വീഡിയോയിലായിട്ട് കൊണ്ടുവരുന്നത്. ഏതായാലും നമ്മളെ വീഡിയോയിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യുക, ഹൈപ്പും കൂടി അടിച്ചോളി കേട്ടോ. അങ്ങനെ സ്വാഗതം പറഞ്ഞിട്ടില്ലല്ലേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സ്വപ്നക്കൂട് ബൈ അനിത സുബ്രഹ്മണ്യൻ. അപ്പോൾ നമ്മൾക്ക് പേര് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ലേ. പുതിയ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പേരും നാടും കാര്യങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മളെ പരസ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടനടി തുടങ്ങണമല്ലോ. രാവിലെ നീച്ചപ്പോൾ മുതലൊരു എട്ടേപ്പത്തിൻ്റെ ഒരു കളിയുണ്ട് ഞാൻ കളിച്ചുകൊണ്ട് നിന്നിട്ട്. എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു ചിന്താഗതി ഇല്ലേന്നു. അങ്ങനെ ഉണ്ട് നിന്നതേന്നു കേട്ടോ. പക്ഷെ ഇനി ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല, പെട്ടെന്ന് നമ്മൾ പരിപാടിക്കണ്ട് ഇറങ്ങട്ടെ. ആദ്യം ഒന്ന് കുളിച്ച് വരണം കേട്ടോ. പുഴ എന്താ നീണ്ട് നിവർന്ന് കിടക്കല്ലേ, അപ്പം ഞാനൊന്ന് പുഴയിൽ ഒന്ന് പോയി വരട്ടെ. അപ്പോൾ നമ്മളെ കുട്ടന്മാരെ എന്നൊന്ന് തേച്ചരച്ച് കുളിപ്പിക്കുന്ന ദിവസമാണ്. അപ്പോൾ മൂപ്പരതാക്കുന്നത് അവിടെ മേലെ തേച്ചരച്ച് കുളിപ്പിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് താഴെയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും വെള്ളത്തേക്ക് അങ്ങനെ ഇറങ്ങില്ല. തേച്ചരച്ച് കുളിക്കാനായിട്ട് അവൾക്ക് വലിയ താല്പര്യമല്ല, പക്ഷേ ചളി കടന്ന് ഉരുളാനായിട്ട് അവൾക്ക് നല്ല താല്പര്യം കേട്ടോ. കുട്ടന്മാർക്ക് ഉള്ള താല്പര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പുഴ കേട്ടോ. ഇതാണ് ചാലിയാറ്. നല്ല ശാന്തമായിട്ട് സമാധാനമായിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഒഴുകട്ടെ, അങ്ങനെ ഒഴുകട്ടെ അല്ലേ. അപ്പം നമ്മളെ വീട്ടിലേക്ക് ഒരു ദിവസം 2019 വീട് തിരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മേലാലും ഇങ്ങോട്ട് തിരഞ്ഞ് വരരുതെന്നും പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അവനെ കഴിഞ്ഞ ആ ഒരു വയനാട് ഉരുൾപൊട്ടിയപ്പം ഏകദേശം അങ്ങോട്ട് വന്നിട്ടുണ്ട്, പക്ഷെ വീടൊന്നും എത്തിയിട്ടില്ല കേട്ടോ. ഇനി എത്താതെക്കട്ടെ. ആ ഒരു ഭീകരത എപ്പോഴും മനസ്സൊന്നും പോയിട്ടില്ല. ഈ പുഴനെ കാണുമ്പോൾ രസമാണ്, അടിപൊളിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങോട്ട് വീടോട് അടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു പേടി വരാനുണ്ട്. വെള്ളപ്പൊക്കം പ്രളയം ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു പേടി വരാനുണ്ട് ഇപ്പം. അങ്ങനെ അന്തം വിട്ട് ഒരു പൊന്തമ്മ കയറിയ ആ ഒരു ഇതിലാണ് ഞാൻ കുത്തിരിക്കണത്. കാരണം വെയിലാണ് കേട്ടോ, നല്ല വെയിലുണ്ട്. ഇപ്പം സമയം 9-9:30 ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് കുളിക്കട്ടെ. അപ്പോൾ ഓല് വന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ വേഗം ഒന്ന് കുളിച്ച് ഇറങ്ങട്ടെ. കാരണം എന്താ വെച്ചാൽ നല്ല വെയിൽ പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്. തണുപ്പാണെങ്കിൽ നല്ല തണുപ്പാണ്, വെയിലാണെങ്കിൽ നല്ല വെയിലാണ്. അങ്ങനെയാണ് ഇപ്പോൾ കാലാവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുളിക്കടവിൽ അറിഞ്ഞില്ല കേട്ടോ ഇറങ്ങിയത്. ഇവിടെ ഈ ഒരു സൈഡിലാണ് പോത്തിനെ കെട്ടിയില്ല രാവിലെയൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു പാറമ്മക്ക് തിരുമ്പാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു മരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാൻ പോയി. അപ്പോൾ അമ്മച്ചിയമ്മയാണ് മരിച്ചത്. അമ്മച്ചിയമ്മ എന്ന് പറയാൻ കുറേ വയസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം അതിനൊന്ന് കാണാൻ പോയി രാവിലെ തന്നെ. പിന്നെ ചില നാട്ടിൽ കൂടെ ഒക്കെ ഉണ്ടല്ലോ ഈ മരണാന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വന്നാൽ കുളിച്ചിട്ട് അകത്ത് കയറാൻ പാടുള്ളൂ എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കുളിക്കാൻ വന്നതാണ്. അതിനെ പോയി കണ്ടു വന്നു. അപ്പോൾ അമ്മച്ചിയമ്മനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഈ ഒരു നാടിൻ്റെ പേര് പറഞ്ഞത് അമ്മച്ചിയമ്മയാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ അറിയാലോ, നമ്മളൊക്കെ കുറേ ഒരു 9ാം ക്ലാസ്സിൽ നിന്ന് കെട്ടിച്ച് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാതായിട്ട് മമ്പാടാണെന്നറിയാം, പുള്ളിപ്പാടം വരെ നമുക്കറിയാം കേട്ടോ. നമ്മളെ ബസ് ഇറങ്ങുന്ന സ്ഥലത്തിൻ്റെ പേര് ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. കല്യാണം കഴിച്ച് കൊണ്ടുവന്ന അതിലൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കറുകമണ്ണ എന്ന് പറയാനായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ പോന്നപ്പം നമുക്ക് ഇവിടെ എവിടെ ഇറങ്ങുകയെന്ന് കണ്ടക്ടർ ചോദിക്കുമല്ലോ. പൊതുവേ ഞാനൊന്നും ബസ്സിൽ പോകാത്ത ഒരാളാണ്, പണ്ട് മുതലേ ബസ്സിൽ പോകാത്ത ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ബസ്സിൽ കയറി കണ്ടക്ടറെ എടുക്കാൻ ചോദിച്ചപ്പം മൂപ്പരാണെങ്കിൽ ബാക്കിലാണല്ലോ ഇരിക്കുക. ആണുങ്ങൾ പൊതുവെ ബസ്സിൽ ബാക്കിലാണല്ലോ, പെണ്ണുങ്ങളാണല്ലോ മുന്നിലിരിക്കൽ. അപ്പം അങ്ങനെ ചോദിച്ചപ്പം ഞാനൊരു അന്തം വിടൽ. നമ്മളെ റോട്ട് കൂടെ പോകണ ബസ് തന്നെയാണ്, എന്നാലും നമുക്കൊരു അന്തം വിടൽ. നമ്മൾ പുതിയ എണ്ണാണല്ലോ, നമുക്കാണെങ്കിൽ പേരും അറിയില്ല. അങ്ങനെ അന്ന് ഇതാക്കണ് അമ്മച്ചിയമ്മ തൊട്ട് എടുത്തിരിക്കണ്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് കുട്ടി കറുകമണ്ണക്കാണ്, പുതിയതാണ്, അറിയാത്തതുകൊണ്ടാണെന്നൊക്കെ. അന്നാണ് ആ അമ്മച്ചിയമ്മനെ ഞാൻ നോട്ട് ചെയ്തത്. പ്രവാസികളായ ഒരുപാട് ആൾക്കാർ ഇതാകണം നമ്മളെ പുഴയും കാര്യങ്ങളും നാടും വീടൊക്കെ അങ്ങനെ മിസ് ചെയ്യുന്നുണ്ടാവില്ലേ. അപ്പോൾ പുഴയിൽ കുളിക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഒരു പുഴേൻ്റെയൊക്കെ ഒച്ചയും വിളിയും ഒക്കെ ഒന്ന് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഞാൻ സൗണ്ട് കൊടുക്കാതെ നിന്നത്. ബാക്കിയൊക്കെ ഞാൻ ഇങ്ങോട്ട് തിരുമ്പി കുളി കഴിഞ്ഞ് പാറമ്മൽ ഉണക്കിട്ടോ.
പറമ്പക്ക് പോരുന്ന തന്നെ ബ്ലാങ്കറ്റ് ഉണക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ പാറമ്പൊക്കെ കുളിക്കാൻ പോരുന്ന തന്നെ ബ്ലാങ്കറ്റ് തിരുമ്പാനും അത് ഉണക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാലാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ. ബ്ലാങ്കറ്റിന് നല്ല കനമാണല്ലോ. പിന്നെ ഇപ്പം ചവിട്ടിയാണ്ടൊക്കെ തിരുമ്പൊക്കെ വേണം. പിന്നെ നമുക്ക് വാഷിംഗ് മെഷീനൊന്നും ഇല്ല. ഞാൻ തന്നെയാണ് ഈ വീട്ടിലെ വാഷിംഗ് മെഷീനും എല്ലാതും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇട്ടാണ്ട് തച്ച് തിരുമ്പിയിട്ട് അവിടെ തന്നെ ഇട്ട് തോരയിടലാണ്. അപ്പം അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പിറ്റേന്നത്തെ ദിവസത്തെ ഇച്ചിരി വിശേഷങ്ങളോട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കാരണമൊന്നുമല്ല, ഇതാക്കണം കുറേ ഒരു ചായ മനസ്സിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഉപ്പേരി വെക്കണമെന്ന് കാണിച്ചു തരണം. അതൊക്കെ വിചാരിച്ചിട്ടാണ് ഇതും കൂടി അങ്ങോട്ട് എടുത്തിട്ട്. പിന്നെ ഞാൻ തലേന്ന് ദിവസത്തെ അങ്ങനെ ഒന്നും കുറച്ചൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇത്തിരി തന്നെ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ ഒന്നും സാധിച്ചില്ല. പിന്നെ നമ്മൾ പോത്തിനെ കൊണ്ടുപോകലും ചോറും കൂട്ടാൻ വെക്കലും അങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടികളായിരുന്നു കേട്ടോ. അപ്പം എല്ലാതും ഇതാക്കണ് ഓരോ റൂട്ടിന് കൊണ്ടുപോകണമല്ലോ. എല്ലാതും ആ ഒരു സമയത്തിന് പറഞ്ഞിട്ടാണല്ലോ നമുക്ക് പണി ഏൽപ്പിച്ച് തരുന്നത്. അപ്പം അങ്ങനെ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഇതിപ്പോൾ പിറ്റേന്ന് ഇതാ ഉച്ച കൊടുന്നിട്ട് ഒരു വൈകുന്നേരം വരെ എല്ലാം ഇത്തിരി വീഡിയോ ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. വൈകുന്നേരം വരെ അല്ലേ ചോറ് കൂട്ടാനൊക്കെ വെക്കണ കുറച്ച് വീഡിയോ ആണ്. അങ്ങനെ ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ, ചായ മനസ്സിൻ്റെ ഇല കിട്ടിയാണ്. ഇതാണ് ഈ നല്ലതാണെന്ന് പറയുന്നുണ്ട്. നല്ല എന്തൊക്കെയോ ഒരു ഔഷധത്തിൻ്റെ ഇലയാണെന്ന് പറയുന്നുണ്ട്. എന്താണ് അത് ഔഷധം എന്നൊക്കെ അറിയാൻ പാടില്ല. ഔഷധമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് എന്ന് അറിയണവരൊന്ന് കമൻറ്റ് ഇട്ടോളി. അങ്ങനെ കമൻറ്റ് ഇടാൻ പറഞ്ഞപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടാട്ടോ. ഇപ്പോൾ ഞാൻ ഓർക്കണില്ല, ആരെ പേര് ഞാൻ ഓർക്കണില്ല. വളകാപ്പ് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഒരു വിശദമായിട്ടൊരു എസ്സേ പോലത്തെ എഴുതി അയച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന ഒരു ആചാരത്തിലുള്ളൊരു ബേബി ഷവർ, അതേപോലെ തന്നെ ഒരു അനുഗ്രഹം കാര്യങ്ങളൊക്കെ നേടുന്ന ഒരു കാര്യമാണ് ഈ വളക്കാപ്പ് എന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു. അത് ആ ഒരു കമൻറ്റ് ഇട്ട ആൾ നല്ല പോലെ വിശദീകരിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം മനസ്സിലായതാട്ടോ, അങ്ങനെയാണ്, അങ്ങനെയൊക്കെ സംഭവം ഉണ്ട് എന്നുള്ളത്. കാരണം നമുക്ക് ഇജാതി പരിപാടികളൊന്നും അറിയില്ലേന്നുണ്ട്. ഇപ്പം നേരമല്ല കുറേയൊക്കെ ഒന്ന് ഹൽദി, മഞ്ഞ കല്യാണം, പിങ്ക് കല്യാണം അങ്ങനത്തെ ഒക്കെ വന്നത്. ഈ വളകാപ്പൊക്കെ അങ്ങനെയാണ് നമ്മൾ ഈ കേരളത്തിൽ വന്നതില്ലേ. തമിഴ്നാട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമാവും, പക്ഷെ നമുക്ക് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഞാനും പറ്റിക്കണ 3 ഇതിലൊന്നും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലേന്ന് കേട്ടോ. പേരിന് കൂട്ടി കൊണ്ടുപോകുക എന്നല്ലാതെ വേറെ പരിപാടികളൊന്നും ഇല്ലേന്നല്ലോ. അപ്പം അങ്ങനെ എന്തപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് നിന്ന് കാട് കയറിയില്ല, വീണ്ടും കാട് കയറി. ഞാൻ കാട് കയറാൻ നിൽക്കട്ടെ. അപ്പോൾ ചായ മനസ്സിൻ്റെ ഇലമ്മ തുടങ്ങിയതാണ്. ഇപ്പോൾ എവിടെ പ്രസവത്തിൽ വരെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇല ഞാൻ വേഗം ഒന്ന് നല്ലപോലെ ഒന്ന് ഇതിൽ വല്ലാതായിട്ട് തട്ടാനും കൊട്ടാനും ഒന്നും ഉണ്ടാവില്ല, നല്ല ഇല തന്നെയാണ്. അതൊക്കെ ഒന്ന് കഴുകുന്നതിന് മുന്നേ തന്നെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. തട്ടി കൊട്ടിയാണ്ട് വേഗം ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കട്ടെ. അതിലേക്ക് ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ തേങ്ങ ഇല്ലാതെ പറ്റൂല കേട്ടോ. അപ്പോൾ 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞേരം തേങ്ങ കിട്ടി കഴിഞ്ഞേരം ഞാൻ അത് പുറത്തെടുത്തത്. ഇത് വേഗം ഉപ്പേരി വെക്കട്ടെ. ഉപ്പേരി വെച്ചിട്ടില്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഈ ഇതിൻ്റെ ഉപ്പേരി. ഇല വർഗ്ഗങ്ങളെല്ലാതും ഉപ്പേരി വെക്കാനും താളിക്കാനും കറി വെക്കാനൊക്കെ നല്ല രസമാണല്ലോ. അപ്പം അങ്ങനെ ഇതാക്കണേ, ഞാനിതൊന്ന് ഉപ്പേരി വെക്കണം കേട്ടോ. ഈ ഇതിൻ്റെ ഇല കണ്ടാക്കി തോന്നുന്നത് കപ്പേൻ്റെ ഇലല്ലേ, നമ്മൾ പൂളേൻ്റെ ഇല പോലെ തോന്നുന്നുണ്ട്. പിന്നെ നിങ്ങളേതായാലും കാണാത്തൊന്നും തിന്നാത്തൊന്നല്ല, ഞാനിപ്പോൾ നേരത്തെ തുടങ്ങിയിട്ടുള്ളൂ. ഇത് 2-3 വട്ടമാണ് ഇത് വെച്ചുണ്ടാക്കി തിന്നണത്. അപ്പോൾ ഒന്നിലും ഇഷ്ടം കൂടിയതാണ്. അപ്പോൾ കറി ഇതാക്കണ അടുപ്പത്തുണ്ട്. ഞാൻ വേഗം ഈ ഒരു ഇലയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഒന്ന് ഉപ്പേരി വെച്ചെടുക്കട്ടെ കേട്ടോ. മുരിങ്ങയൊക്കെ തോരൻ വെക്കണ മാതിരിക്ക് തന്നെ ഒന്ന് തോരൻ വെച്ചെടുത്താൽ മതി. ഞങ്ങളവിടെ തേങ്ങ ഇട്ടതിന് മാത്രമേ തോരൻ എന്ന് പറയുള്ളൂ, ബാക്കി എല്ലാത്തിനും ഉപ്പേരി എന്നാണ് പറയൽ. അപ്പോൾ ഒന്ന് ചമ്മന്തി ഒന്ന് ഇറക്കണം കേട്ടോ. ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട്, നോറ്റൊരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. അതിനോടൊന്ന് ചമ്മന്തി ഇറക്കട്ടെ. തേങ്ങക്ക് നല്ല പഞ്ചാണ്. അതുകൊണ്ട് ഇതാ ഒരു മുറി തേങ്ങ കൊണ്ട് നമുക്ക് കല്യാണം തന്നെ നടത്തണം. അന്മാതിരി കാട്ടിക്കൂട്ടൽ കാട്ടിയാലാണ് ആ തേങ്ങ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഒരു മുറി തേങ്ങ കൊണ്ട് കുറച്ച് ഞാൻ കറിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കറിക്കല്ല ഉപ്പേരിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഞാൻ ചമ്മന്തിയും കൂടി അരക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ മാങ്ങ ചമ്മന്തി നല്ല രസമാണ്. അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ചോറ് തിന്നാൻ ഇതൊക്കെ തന്നെ ധാരാളമല്ലേ, നല്ല രസമായിക്കാരം ഇതൊക്കെ പാടെ കൂട്ടി ചോറ് തിന്നാനായിട്ട്. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതാക്കണേ രാവിലെ തന്നെ മക്കൾ സ്കൂൾക്ക് പോകണോണ്ട് ചോറ് രാവിലെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കിഴങ്ങ് ഒരു റോസ്റ്റ് പോലെ ആക്കിയെടുത്തതാണ്. പിന്നെ നമ്മളെ തേങ്ങാ മാങ്ങ ചമ്മന്തി ഉണ്ട്. പിന്നെ അതൊക്കെ റെയറായിട്ടാണ് കിട്ടുന്നത്. തേങ്ങാ മാങ്ങ ഒക്കെ റെയറാണ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത്. പിന്നെ കറി പറയുകയാണെങ്കിൽ പണ്ടത്തെ ഒരു കറിയാണ് കേട്ടോ, മമ്പയറിൻ്റെ കറിയാണ്. മമ്പയറും തക്കാളിയും മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു കറിയാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഞാൻ കണ്ടുപഠിച്ചൊരു കറിയാണ്. ഞങ്ങളെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നുണ്ട് പണ്ടൊക്കെ. ഇത് എളുപ്പമാണല്ലോ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇതാക്കണം ഈ ഒരു ഉപ്പേരിയാണ്. അരിഞ്ഞ് വന്നപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, പക്ഷേ വെച്ച് വന്നപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഞാൻ. അപ്പോൾ ഉപ്പേരി ഇഷ്ടംപോലെ, ചോറ് കുറവാക്കുക, ഉപ്പേരി ഇഷ്ടംപോലെ തിന്നുക, അതാണ് ഇപ്പോൾ ഒരു പോളിസി ഉള്ളത്.
അങ്ങനെ പോത്തിനുള്ള കാടിയും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അതും കൂടി വെച്ചാലാണ് ഒരു സമാധാനം ഉണ്ടാകുള്ളൂ. പിന്നെ അതാക്കണം അവിടെ ഒരു കൊയ്യ് കണ്ടോ, അത് താത്താൻ്റെ വളക്കൊയ്യിൽ കൊയ്ഞ്ഞാടി കിടക്കിയിരുന്നു. അപ്പോൾ അതിനെയൊക്കെ പൊക്കി എടുത്ത് കൊണ്ടുവന്ന് വെയിലത്ത് എത്തിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ വെയിലൊക്കെ കൊണ്ട് ഉണങ്ങി വരട്ടെ, അല്ലാതെ ഒന്നും കാട്ടാൻ കഴിയൂല. ഇടക്കും തലക്കും ഈ കോഴിക്കൊക്കെ ഇങ്ങനെ ഒരു ആത്മഹത്യ പ്രേരണ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ആ ഒരു പരിപാടികൾ, അടുക്കളത്തെ വീട്ടിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം. ഇനിയിപ്പോൾ ഒരു 1-1:30 ആയാൽ ചോറും കൂടി തിന്നാലാണ് ഒരു വലിയൊരു സമാധാനം ആകുള്ളൂ. ചോറ് തിന്നാൽ ഉടനെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് വേണം പോത്തിനെ മേയ്ക്കാനായിട്ട് പോകാൻ. അങ്ങനത്തെ ഒരു ദിവസം ഫുള്ളായിട്ട് ഇങ്ങനെയാണ്. ബിസി ലൈഫാണ് ഇപ്പോൾ ഉള്ളത്. ഭയങ്കര ബിസിയാണ്, എല്ലാവരും ബിസിയാണ്. അപ്പം അതാണ്, നല്ല വെയിലും ഉണ്ട് കേട്ടോ. നല്ല തണുപ്പിനനുസരിച്ച് തന്നെ രാവിലെയൊക്കെ ഭയങ്കര വെയിലും ഉണ്ട്. നിങ്ങളവിടെയൊക്കെ എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ? ഇപ്പം നേരെ രണ്ട് ദിവസമൊക്കെ ഇവിടെ മഴ പെയ്തിട്ടില്ല, വേറെ എവിടേക്കോ മഴ പെയ്തിട്ടുണ്ട്. മഴ പെയ്ത് നമ്മളെ വാഴക്ക് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കൃഷിയുമാണല്ലോ നോക്കുക. പിന്നെ പോത്തിനും തന്നെ പുല്ല് തിന്നാനായിട്ട് പുല്ലുകളൊന്നും ഇപ്പം ഇല്ല. വേനലും കൂടി ആകുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് പറയാനും പറ്റൂല. അപ്പോൾ വെയിൽ തന്നെ കത്തിപ്പൊന്തുന്നുണ്ട്. അങ്ങനെ പള്ളി പൈപ്പ് കത്തിപ്പൊന്തുന്നതിന് മുന്നേ ഞാൻ എന്തെങ്കിലും കൊടുക്കട്ടെ കേട്ടോ. ഇതാ ചോറ് വിളമ്പിയിട്ടുണ്ട്, ഉപ്പേരി ഇതാ ഇഷ്ടം പോലെ ഉണ്ട്, കറി ഉണ്ട് ഇഷ്ടം പോലെ, ചമ്മന്തി ഉണ്ട് കേട്ടോ. മീനും കൂനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ബൈ ബൈ.